കലോത്സവത്തിന്റെ മുഖ്യവേദിക്കരികെ ഇത്തവണയും ദാഹമകറ്റാൻ കുടിവെള്ളം സജ്ജീകരിച്ച് അധ്യാപക സംഘടന കാത്തിരിക്കുന്നു. മൺകൂജയിൽ വിതരണം ചെയ്യുന്ന വെള്ളം ഇവിടെ എത്തുന്നവർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. 63ാമത് സ്കൂൾ കലോത്സവം അങ്ങനെ ഉത്സവ ലഹരിയിൽ ആറാടുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ കലോത്സവ നഗരിയിലെ ആദ്യ കാഴ്ച തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു ദൃശ്യമാണ്. നമുക്ക് തണ്ണീർ പന്തൽ മേലോട്ട് നോക്കിയാൽ കാണാം. അത്രയേറെ ഇവിടെ ഈ കലോത്സവ നഗരി എത്തുമ്പോൾ തന്നെ ദാഹിച്ച് വലയും. അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു ആശ്വാസം കൊടുക്കണമല്ലോ. ആ ആശ്വാസത്തിനായി ഇതവിടെ NSTA കമ്മിറ്റി, വെൽഫെയർ കമ്മിറ്റിയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ടീച്ചർ, നമുക്ക് അതിനുള്ള വിശേഷങ്ങളൊക്കെ പറയാം. പറയൂ. വെൽഫെയർ കമ്മിറ്റിയാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ 4 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളമാണ്. വെള്ളം, ആംബുലൻസ്, പിന്നെ സാനിറ്ററി, ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം വെള്ളമാണ്. ഈ വേനൽക്കാലത്ത് ഏറ്റവും ആവശ്യക്കാരും വെള്ളം ആണ്. അപ്പോൾ ഈ തണ്ണീർ സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് ക്യാനൊക്കെ കമത്തി വെക്കുകയാണ് പതിവ്. പക്ഷേ ഈ ഇത് വെക്കണ സമയത്ത് ഒരു നേരിട്ട് കിണറ്റിൽ നിന്ന് എടുക്കണ പോലെയുള്ള ഒരു സുഖം കുടിക്കുന്നവർക്കുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കിയത്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇവിടുന്ന് വെള്ളം കുടിച്ചു പോകുന്നത്. 61ാമത് സ്കൂൾ കലോത്സവം കോഴിക്കോട് നടന്നപ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ തണ്ണീർ കൂജ എന്ന പദ്ധതി നടപ്പിലാക്കിയത്. ടീച്ചർ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടും നല്ല നാച്ചുറൽ വെള്ളം ആളുകൾക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചത്. അത് ഈ വർഷം തൃശ്ശൂരിൽ നടക്കുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ സാധിച്ചു എന്നുള്ള വലിയ സന്തോഷമാണ്. സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതികരണമാണ്. വെള്ളം കുടിച്ചു പോകുന്ന ആളുകൾ, അവരുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. ടീച്ചറൊക്കെ കുറേ ദിവസങ്ങളായിട്ട് ഊണും ഉറക്കം വഹിച്ചുകൊണ്ട് ഇതിന്റെ പിന്നാലെ നടക്കുന്ന സമയത്ത് ആളുകൾ നല്ല വെള്ളം കുടിച്ച് അവരുടെ ആ ഒരു ഫ്രഷ്നെസ് കാണുന്ന സമയത്ത് നമുക്ക് വലിയ സന്തോഷമാണ്. വെൽഫെയർ കമ്മിറ്റിയുടെ കീഴിൽ ഒരുപാട് പദ്ധതികൾ, ഇപ്പോൾ മെഡിക്കൽ സംഘം, എല്ലാ വേദികളിലും മെഡിക്കൽ സംഘം വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും ഈ മേള നല്ല രൂപത്തിൽ നടക്കുന്ന ഒരു സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ എല്ലാ കമ്മിറ്റികളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് നടക്കുന്നത്. എന്തായാലും വലിയ ആശ്വാസമാണ് ആദ്യം നൽകുന്നത് കുടിവെള്ളം കൊടുക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും വലിയ ആ ആശ്വാസത്തിന് പ്രത്യേകം സ്പെഷ്യൽ നന്ദി പറയുന്നു. തൃശ്ശൂർ നഗരിയിൽ നിന്നും അജീഷ് അത്തോളി, ജീവൻ ന്യൂസ്.